അമ്മ റോസിനെ ആശ്വസിപ്പിച്ചു പോകുന്നു. റോസ് ഉണ്ണീശോയുടെ രൂപത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. റോസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വിഷമിച്ച് കസേരയിൽ ഇരിക്കുന്നു. റോസ് എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അവളുടെ മനസ്സിൽ ഉണ്ണീശോയോടുള്ള വിശ്വാസം നിറഞ്ഞു നിന്നു. ഒരു ദിവസം എലിസബത്തും മരിയയും പരസ്പരം നോക്കി തോളിൽ തട്ടി മുന്നോട്ട് പോകുന്നു. റോസ് സങ്കടത്തിലിരിക്കുന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി സ്റ്റേജിലേക്ക് വരുന്നു. ഉണ്ണീശോയാണ്. അവർ രണ്ടുപേരും കളി തുടങ്ങുന്നു. ഒളിച്ചു കളിയും ഓട്ടവും മറ്റും. റോസ് ഞെട്ടി ഉണ്ണീശോയെ നോക്കുന്നു. റോസിന്റെ മുഖത്ത് സന്തോഷവും അത്ഭുതവും നിറയുന്നു. റോസ് ഓടിപ്പോയി വിശുദ്ധ കാതറിൻ ഓഫ് സിയന്നയുടെ പുസ്തകം എടുത്തുകൊണ്ടുവന്നു. ഉണ്ണീശോ പുസ്തകം തുറന്ന് റോസിനെ അടുത്തേക്കിരുത്തുന്നു. ഉണ്ണീശോ പുസ്തകത്തിലെ വാക്കുകൾ ചൂണ്ടിക്കാണിച്ച് ഓരോ അക്ഷരങ്ങളും വാക്കുകളും റോസിനെ പഠിപ്പിക്കുന്നു. റോസ് അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും പഠിക്കുന്നു. ഉണ്ണീശോ റോസിനെ ഓരോ അക്ഷരങ്ങളും വാക്കുകളും പഠിപ്പിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, റോസ് വളരെ വേഗത്തിൽ പഠിച്ചു. അവൾക്ക് വായിക്കാനും എഴുതാനും കഴിഞ്ഞു. വിശ്വാസത്തോട് പ്രാർത്ഥിച്ച റോസിന്റെ പ്രാർത്ഥന ഉണ്ണീശോ കേട്ടു. അമ്മ അത്ഭുതത്തോടെ റോസിനെ കെട്ടിപ്പിടിക്കുന്നു. ഉണ്ണീശോ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുന്നു. കണ്ടില്ലേ കൂട്ടുകാരെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. ഉണ്ണീശോ റോസിനെ പഠിപ്പിച്ചതുപോലെ നമ്മൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമുക്ക് നല്ല ഓർമ്മശക്തി വേണമെങ്കിൽ, പഠിക്കാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വിശുദ്ധ റോസ് ഓഫ് ലീമയെ പോലെ നമ്മളും ദൈവത്തിൽ വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കണം. ദൈവം തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കും. മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി മാതാപിതാക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കുട്ടികളെയും അവരുടെ